ഇപ്പോൾ ഡോക്ടർ ജയശ്രീ ചേരുന്നുണ്ട്. അവർ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് കോർപ്പറേഷന്റെ. ഡോക്ടർ ജയശ്രീ, ഇത്രയധികം മരുന്നുകൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആർക്കും വേണ്ടാതെ അവിടെ ഉപയോഗശൂന്യമായി പോയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ സംഭവിച്ചു? ഇത് ആരുടെയും ശ്രദ്ധയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും വന്നില്ലേ? അതായത് ആനക്കുളം സാംസ്കാരിക നിലയത്തിലായിരിക്കണമല്ലോ, അവിടെയായിരുന്നു നമ്മുടെ എന്താ പറയുക ഷോറൂം സ്റ്റോക്ക് ചെയ്തിരുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ മരുന്നുള്ളതായിട്ട് ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നില്ല. അതിന്റെ കിടക്കുകളും കട്ടിലും അന്ന് നമ്മൾ സെന്ററുകളിൽ ഉണ്ടായിരുന്നത് അത് കുറച്ചുണ്ടായിരുന്നു. അത് പിന്നെ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവിടെ ഇട്ടിരുന്നു. ഈ മരുന്നുള്ളതായിട്ട് ഇതുവരെ ആരും ശ്രദ്ധയിൽ എന്റെ ഇതിൽ വന്നിട്ടില്ല. അതെന്താന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണ്ട നടപടികൾ എടുക്കുന്നതാണ്. യെസ്, അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലടക്കം മരുന്ന് ക്ഷാമം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതിനെ അത്രയധികം അങ്ങ് നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ ഡോക്ടർ? ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല. അതായത് ഞാൻ പറഞ്ഞത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, ഉപയോഗിച്ചതിന്റെ മിച്ചാണോ? നമ്മള് പല സെന്ററുകള്, ഇവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററുകളൊക്കെ തുടങ്ങിയിരുന്നു. അവിടെ ഉപയോഗിച്ചതിന്റെ മിച്ചമുള്ള മരുന്നാണോ? ഇതെങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണമല്ലോ. മരുന്ന് തീർച്ചയായിട്ടും ഒരിക്കലും ഞങ്ങളുടെ ഹെൽത്ത് സെന്ററുകളിൽ പോലും അല്ല, അവിടെ ഒരു കോവിഡ് സമയത്ത് ക്വാറന്റൈൻ കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു സാംസ്കാരിക നിലയം. അപ്പോൾ അവിടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിച്ചതായിരുന്നു ഈ മരുന്ന്. ക്വാറന്റൈൻ കേന്ദ്രം പൂട്ടി, ആളുകളൊക്കെ പോയി. പക്ഷേ ഈ മരുന്നുകൾ മറ്റെവിടേക്കെങ്കിലും മാറ്റാനോ മറ്റ് ഹെൽത്ത് സെന്ററുകളിലേക്കൊക്കെ മാറ്റി ഉപയോഗിക്കാനോ ഒന്നും ശ്രദ്ധിച്ചില്ല എന്നതാണ് വിഷയം. അങ്ങനെയല്ല, അങ്ങനെയല്ലല്ലോ അത് പറയേണ്ടത്. അതായത് ഞങ്ങളുടെ സ്റ്റോറായിരുന്നു, ഈ സാംസ്കാരിക കേന്ദ്രത്തിലായിരുന്നു അന്ന് കളക്ട് ചെയ്ത വിവിധ ആളുകൾ കോവിഡിന്റെ സമയത്ത് കൊണ്ടുകൊടുത്ത മരുന്നുകൾ. അതൊക്കെ വെച്ചിരുന്ന സ്റ്റോക്കായിരുന്നു അവിടെ പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സും മരുന്നൊക്കെ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഹെൽത്ത് സെന്ററുകളിൽ പോലും പലപ്പോഴും ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മരുന്നിന്റെ ഷോർട്ടേജ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണോ, ഇനി അന്ന് എക്സ്പയറി ആയതാണോ, അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട മരുന്നാണ്, ഇതൊന്നും അറിയാതെ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഇങ്ങനെ വിവരം അറിഞ്ഞിരുന്നോ? ഇങ്ങനെ കുറെ മരുന്നുകളുടെ കൂട്ടം അവിടെ കണ്ടെത്തിയതായിട്ടുള്ള വിവരം അറിഞ്ഞിരുന്നോ ഡോക്ടർ? ഇല്ല, മരുന്ന് അവിടെ ഉണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടെന്ന് അറിയായിരുന്നു. അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കട്ടിലും കിടക്കയും ഒക്കെ ഉള്ളത് അറിഞ്ഞിരുന്നു. യെസ്, എന്തായാലും ഇത് പരിശോധിച്ച തുടർ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മരുന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ല. മരുന്ന് പിന്നെ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കില്ലല്ലോ. അപ്പൊ അത് കോവിഡിന്റെ സമയത്ത് ഒരു പക്ഷെ വന്നിട്ട് അന്ന് തന്നെ എക്സ്പയറി ആയതാണോ, ഇനി അത് കൊണ്ടുവന്നിട്ട് വേറെ ഏതെങ്കിലും കാരണവശാൽ ഒഴിവാക്കിയതാണോ, അങ്ങനെ ഒഴിവാക്കിയതാണോ എന്നുള്ളതൊക്കെ അറിയണം. മാത്രമല്ല, നമുക്ക് മരുന്നായത് കൊണ്ട് പെട്ടെന്ന് എക്സ്പയറി ആവുന്ന മരുന്നുകൾ നമ്മൾ ഇമേജിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുക. എക്സ്പയറി ആയ മരുന്നുകൾ അങ്ങനെ എടുപ്പിക്കാൻ വെച്ചിട്ടുള്ളതാണെന്നൊക്കെ അന്വേഷിക്കണം. അതെന്താന്നുള്ളത് അന്വേഷിച്ചിട്ട് പറയാവുന്നതാണ്. ശരി, അന്വേഷിച്ച് പറയാമെന്നാണ് ഡോക്ടർ ജയശ്രീയുടെ പ്രതികരണം. ഡോക്ടർ ജയശ്രീ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അന്ന് തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ അവിടെ ഉപേക്ഷിച്ചത് എന്നതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പരിശോധിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഡോക്ടർ ജയശ്രീയുടെ പ്രതികരണം.